أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاتقوا الله وأطيعون واتقوا الذي أمدكم بما تعلمون أمدكم بأنعام وبنين وجنات وعيون إني أخاف عليكم عذاب يوم عظيم. صدق الله العظيم. സൂറത്ത് ഷൂറ 131, 2, 3, 4, 5. ഫത്തഖുല്ലാഹ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. വഅതിഊനി, അതാണ് വഅതിഊ എന്ന് പറഞ്ഞത്. വഖഫിന് വേണ്ടി യാഗ് കളഞ്ഞതാണ്. വഅതിഊനി എന്നാണ് ശരിക്ക്. എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവീൻ. അല്ലദീ അമദ്ദക്കും, മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി എന്നാണ്. അഥവാ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തന്നവന് എന്നർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയവനെ. മദത് സഹായമാണല്ലോ. ബിമാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നത് കൊണ്ട്. അമദ്ദക്കും, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ബി അൻആമിൻ, കാലികളെ കൊണ്ട്. ഇപ്പോൾ ബനീൻ, സന്താനങ്ങളെ കൊണ്ടും. ജന്നാത്തിൻ, തോട്ടങ്ങളെ കൊണ്ടും. ഉയൂൻ, അരുവികളെ കൊണ്ടും. ഐനിൻ്റെ ബഹുവചനമാണ് ഉഴയൂന്, അരുവി എന്നർത്ഥത്തിലുള്ള ബഹുവചനം. അഴയൂന് എന്നാണെങ്കിൽ കണ്ണുകൾ എന്നാകും അർത്ഥം. ഇന്നി അഖാഫു, നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു. അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ. അദാബ, ശിക്ഷയെ. യൗമിൻ അലീം, യൗമിൻ ഒരു ദിവസത്തെ. അലീമിൻ, വണ്ണമായ അല്ലെങ്കിൽ ഗുരുതരമായ, ഗംഭീരമായ എന്നൊക്കെ അർത്ഥം. ഹൂദ് അലൈഹിസ്സലാം ആദ് ജനതയോട് സംസാരിക്കുകയാണ്. അവരുടെ ദുഷ്ടതകളും ധൂർത്തും ദുർവ്യയവും അഹങ്കാരവും ക്രൂരതകളും ഒക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചത്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യൂ? ഫത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. വഅതിഊനി, എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. മുമ്പുള്ള നബിമാർ ഒക്കെ പറഞ്ഞ അതേ വർത്തമാനം തന്നെ, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞ അതേ വാചകമാണ്. ഫത്തഖുല്ലാഹ വഅതിഊനി, അള്ളാഹുവിനെ സൂക്ഷിക്കാനും നബിയെ അനുസരിക്കാനുമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ നബിമാരെയും വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കാൻ വേണ്ടിയല്ലാതെ ഒരു റസൂലിനെയും ഞാൻ അയച്ചിട്ടില്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. റസൂല് മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് നേതൃത്വം നൽകുകയും കൽപ്പിക്കാൻ അധികാരം ഉള്ളവനുമായ മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഭക്തിയുടെ, അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചും അവൻ്റെ ശിക്ഷ ഭയന്നും ജീവിക്കുക. എന്നിട്ട് ആ ജീവിതത്തിൽ റസൂലിനെ അനുസരിക്കുക. കഴിഞ്ഞ ദിവസം ഉദാഹരിച്ചതുപോലെ നമസ്കാരത്തിൽ ഇമാമിനെ അനുസരിക്കുന്നത് പോലെ ജീവിതത്തിൽ റസൂലിനെയും റസൂലിന് ശേഷം അമീറുൽ മുഅ്മിനീനെയും ഉലുൽ അംറിനെയും ഒക്കെ അനുസരിക്കുക. നമസ്കാരത്തിൽ അങ്ങനെയാണല്ലോ. അള്ളാഹുവിനോടുള്ള ഭക്തിയുടെ പേരിലാണ് നമസ്കാരം നിർവഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. പക്ഷേ ഇമാമിനെ പിന്തുടർന്നാണ് നിസ്കരിക്കുക. ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോൾ റുക്കൂയിലേക്ക്, ഇമാം തല ഉയർത്തുമ്പോൾ തല ഉയരും, സുജൂദിലേക്ക് പോകുമ്പോൾ സുജൂദിൽ. ഇമാമിനെ അനുസരിക്കുന്നത് അള്ളാഹിനോടുള്ള ഭക്തിയുടെ പേരിലാണ്, അല്ലാതെ ഇമാമിനോടുള്ള ഭക്തിയുടെ പേരിലല്ല എന്നതുപോലെ തന്നെയാണ് റസൂലിൻ്റെ സ്ഥാനം. വത്തഖുല്ലദീ അമദ്ദക്കും ബിമാ തഅലമൂൻ. അമദ്ദയുടെ കൂടെ ഒരു ബി ഉണ്ടാകും.
യുംദിദുക്കും ബി അംവാൽ എന്ന് പറഞ്ഞ പോലെ അമദ്ദക്കും ബിമാ തഅമലൂൻ, നിങ്ങൾക്ക് അറിയുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നാണ് അർത്ഥം. അഥവാ അവൻ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയുന്നത് കൊണ്ട് എന്നും അർത്ഥം പറയാം. എന്തായാലും സംഭവം എന്താ, അള്ളാഹു നൽകിയതല്ലാത്ത ഒന്നും നിങ്ങളുടെ അറിവിലില്ല. മക്കാ മുശ്രിക്കുകളുടെ കാര്യം അള്ളാഹു പറയുന്നുണ്ട്, വലയിൻ സാൽത്തഹും മൻ ഖലഖസ്സമാവാതി വൽ അർള ലയഖൂലന്നല്ലാ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് എന്ന്. അതുപോലൊരു സംഗതിയാണ് ഹൂദ് അലൈഹിസ്സലാം ആദ് ജനതയോട് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയുന്നതായിട്ടുള്ള സകലതും അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും. പിന്നെ എണ്ണിപ്പറയാണ്, അമദ്ദക്കും ബി അൻആമിൻ വ ബനീൻ, അള്ളാഹു നിങ്ങൾക്ക് നിഅമത്തായിട്ട് സഹായമായിട്ട് ചെയ്തു തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? കാലികളെയാണ്. അൻആം എന്ന് പറഞ്ഞാൽ ഒട്ടകം ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെയാണ് അൻആം എന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയിട്ടുണ്ട്, അതൊക്കെ അള്ളാഹു ചെയ്തു തന്നതാണ്. തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അരുവികൾ ഒഴുക്കി തന്നിട്ടുണ്ട്. ഇതൊന്നും വേറെ നിങ്ങളുടെ സാമർഥ്യം കൊണ്ട് കിട്ടിയതുമല്ല, അതുപോലെ വേറെ ഏതെങ്കിലും ദൈവങ്ങളോ ശക്തികളോ തന്നതുമല്ല. അതൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ മക്കാ മുശ്രിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കാനുള്ളത് തന്നെയാണ്. അഥവാ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പറഞ്ഞിരുന്നത് തന്നെയാണ് മുമ്പ് കഴിഞ്ഞ നബിമാരും പറഞ്ഞത് എന്ന്, അല്ലെങ്കിൽ ആ മുമ്പ് കഴിഞ്ഞ നബിമാർ പറഞ്ഞത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ വാചകങ്ങളിലൂടെ. അപ്പോൾ അങ്ങനെ അന്ന് ഹൂദ് അലൈഹിസ്സലാം തൻ്റെ ജനതയായ ആദ് എന്ന് പറയുന്ന പ്രബലരായ ജനതയോട് പറഞ്ഞതാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാലോ, അള്ളാഹു തന്നതാണ്. നിങ്ങളുടെ കാലികൾ, ഈ സമ്പത്ത് സ്വന്തം സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് അവർക്ക് പോലും വാദം ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. ഖാറൂനിൻ്റെ വാദം പറയുന്നുണ്ട്, ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എനിക്ക് എൻ്റെ സാമർഥ്യം കൊണ്ട് ലഭിച്ചതാണ്, നൽകപ്പെട്ടതാണ് എന്ന്. എന്നാൽ അവർ അത് അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ഇതൊക്കെ പടച്ചവൻ തന്നതാണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അഹങ്കാരവും ഗർവും താന്തോന്നിത്തരവും ധൂർത്തും ദുർവ്യയവും അതുപോലെ ദുഷ്ടതകളും പ്രവർത്തിക്കുകയായിരുന്നു ആ ജനത ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സമ്പത്ത് അവരെ അഹങ്കാരികളാക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ തന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്ന്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഗുരുതരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുമെന്ന്. അങ്ങനെ നിങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അഥവാ ഹൂദ് അലൈഹി സ്വലാമിൻ്റെ ഗുണകാംക്ഷയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ എല്ലാ നബിമാരും പറഞ്ഞ കാര്യം തന്നെയാണ്. അവർക്ക് പേടിയുണ്ട്, സ്വയം തന്നെ ഭയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പല സ്ഥലത്തും ഖുർആൻ അത് പറഞ്ഞു. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, മുഅ്മിനാകാത്തതിൽ നബിയെ ദുഃഖിച്ച് താങ്കൾ തടികേടാക്കിയേക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതുപോലെ എല്ലാ റസൂലുള്ളാഹിമാർക്കും ഉണ്ടായിരുന്ന വിഷയമാണ്. അവർക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയായ ആളുകൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയമുണ്ടായിരുന്നു. കൂട്ടത്തിലത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞാനതിനില്ല എന്ന് തീരുമാനിക്കുക അല്ലാതെ എൻ്റെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ നാട്ടുകാരെയൊക്കെ ലലാലത്തിൽ നിന്ന് രക്ഷിക്കണം, അവർ ശിക്ഷിക്കപ്പെടുമെന്ന പേടി, അത് സാധാരണഗതിയിൽ വിശ്വാസികൾ അങ്ങനെ പേടിക്കാറില്ലല്ലോ. പകരം അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് രക്ഷിക്കണമെന്ന ഒരു ചിന്ത മുഅ്മിനീകളിൽ പൊതുവെ കുറവാണ്. ഇവിടെ ഹൂദ് അലൈഹിസ്സലാം രക്ഷിക്കണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നത്
മുസ്ലിങ്ങളല്ലാത്തവരെയാണല്ലോ, അല്ലെങ്കിൽ മുഅ്മിനാകാത്ത ആളുകളെയാണ്. അവരെ നമുക്കങ്ങനെ ഒരു പേടിയില്ല. നമ്മുടെ മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കളോ നാട്ടുകാരോ ഒക്കെ അദാബു യൗമിൻ അലീം അനുഭവിക്കുന്നൊരു പേടിയില്ല. പക്ഷേ നബിമാരുടെ പ്രത്യേകത അതാണ്, അവരെയാണ് പിൻപറ്റേണ്ടത്. ആശങ്കയുണ്ടാവേണ്ടതാണ്. എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെയായ ആളുകൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമോ എന്നത്, അത് ഈ ആയത്ത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.